നമുക്കിഷ്ടപ്പെട്ട ഒരു സാധനം പെട്ടെന്ന് ഉണ്ടാക്കി തിന്നണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആ സാധനങ്ങളൊക്കെ വേഗം തന്നെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് നേരത്തേക്ക് സൗണ്ട് ഇല്ലാതെ വീഡിയോ കണ്ടാലോ? അതെ, നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യാണ്ട് ഈ സാധനങ്ങളുടെയും ഉണ്ടാക്കുന്ന ആ സൗണ്ട് മാത്രമായിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടില്ലേ? ഒരു ASMR വീഡിയോ പോലെയാണ് എല്ലാതും. അപ്പോൾ അതുപോലൊന്ന് പരീക്ഷിച്ച് നോക്കിയതാട്ടോ വീഡിയോ ഇടാനായിട്ട്. പക്ഷേ പിള്ളേരുള്ള വീടുകളിലൊന്നും ഇത് നടക്കില്ലാന്നേ. അപ്പോൾ എന്ത് ചെയ്തു, പിള്ളേരുടെ സൗണ്ട് കലപിലാന്ന് കൂടി തുടങ്ങിയപ്പോൾ ഞാൻ പഴയ പോലെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പകുതി വരെ ആ സൗണ്ടുകളൊക്കെ ഒന്ന് കേൾപ്പിച്ചതാണ്. എൻ്റെ ഓർമ്മയിൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടല്ലോ, UP-യിലൊക്കെ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം എല്ലാവരോടും വീട്ടിൽ നിന്ന് ശർക്കര, കുറച്ച് പേര് നാളികേരം, കുറച്ച് പേര് പഞ്ചസാര, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയും. എന്നിട്ട് എന്താ ചെയ്യാമെന്നറിയോ, അവരുടെ കയ്യിൽ ഒന്നല്ലെങ്കിൽ ചെറുപയറുണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ നുറുക്ക് ഗോതമ്പോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് അവർ സ്കൂളിൽ നിന്നും പായസം ഉണ്ടാക്കിയിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കും. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്, ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു പായസത്തിന് പ്രത്യേക രുചിയാണ് കേട്ടോ, പ്രത്യേകിച്ച് ചെറുപയർ പായസം അല്ലെങ്കിൽ നമ്മുടെ ഈ ഗോതമ്പ് നുറുക്കിൻ്റെ പായസം. അപ്പോൾ ആ ഒരു പൂതി തീർക്കാനായിട്ട് ഞാനിന്ന് വീട്ടിലുണ്ടാക്കിയതാണ് നുറുക്ക് ഗോതമ്പ് ഗോതമ്പ് പായസം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും റെസിപ്പി അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു കൊച്ചു ഓർമ്മയിലൂടെ ഞാനിന്ന് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലൊക്കെ സ്കൂൾ ഓർമ്മകൾ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്